നമ്മുടെ കറിക്ക് വേണ്ടി ആദ്യം തന്നെ കോളിഫ്ലവർ മഞ്ഞൾപ്പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ വേറൊരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. എന്നിട്ട് പിന്നെ നമ്മളൊരു സവാളയാണ് അതിന് എടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 5-6 ഇല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് നന്നായി ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ട് തുടങ്ങാം. അത് ഞങ്ങൾ ഉപ്പാണ് ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 2 തക്കാളി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഗ്രേവി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മളെ കറി റെഡിയാണ്.